നമസ്കാരം. ഇന്ത്യയിലെ ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിയുടെ ആഴമേറിയ മലയിടുക്കിലൂടെ വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാനപ്പാലം ചെനാബ് റെയിൽവേ പാലം. ഈഫൽ ടവറിനേക്കാൾ ഏകദേശം 35 മീറ്റർ ഉയരമുള്ളതാണ് ഈ ചെനാബ് പാലം. മണിക്കൂറിൽ 266 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെയും -20 ഡിഗ്രി താഴ്ന്ന താപനിലയും പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. റിച്ചർ സ്കെയിലിൽ 8 തീവ്രത വരെയുള്ള വലിയ ഭൂകമ്പങ്ങളെയും സ്ഫോടനങ്ങളെയും നേരിടാൻ പ്രാപ്തി. മേഘങ്ങൾ വന്ന് തൊട്ടുവിളിക്കുന്ന മലമടക്കുകൾ, താഴെ ആഴങ്ങളിൽ ഇരമ്പിയാർക്കുന്ന നീലനദി, ആകാശത്തിൻ്റെ അതിരുകളെ തൊട്ടുരുമ്മി നിൽക്കുന്ന മേഘങ്ങൾക്ക് മുകളിലൂടെയുള്ള ഒരു മാന്ത്രിക യാത്ര. കാശ്മീരിൻ്റെ ഹൃദയത്തുടിപ്പുകളെ ബാരാമുള്ളയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാത മനുഷ്യൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെയും ഒരു മഹാസംഗമമാണ്. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ ഭൂമിയിൽ നിന്ന് 350 മീറ്റർ മുകളിലാണ് ഈ ഇരുമ്പ് വില്ല് തലയുയർത്തി നിൽക്കുന്നത്. ചെനാബിൻ്റെ നെറുകയിലൂടെ മേഘങ്ങളെ തൊട്ടുരുമ്മി വന്ദേ ഭാരത് കുതിച്ചുയരുകയാണ്. പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളും പെട്ടെന്ന് ഇരുൾ മൂടുന്ന നീളൻ തുരങ്കങ്ങളും അതിനുശേഷം കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിലേക്ക് തുറക്കുന്ന മലഞ്ചെരിവുകളും ഓരോ നിമിഷവും ഒരു കവിത പോലെ മനോഹരമാണ്. ഭൂമിയിലെ സ്വർഗത്തിലൂടെ വായുവിൽ തങ്ങി നിൽക്കുന്ന തണുപ്പും കാറ്റിൻ്റെ മർമ്മരവും ഈ യാത്രയെ ഒരു സ്വപ്നതുല്യമാക്കി മാറ്റുന്നു. ഇതിന് പിന്നിൽ ഒരു ഇന്ത്യൻ വനിതയുടെ 17 വർഷത്തെ കഠിനാധ്വാനവും അസാധാരണമായ ഒരു പെൺകരുത്തുമുണ്ട്. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സിവിൽ എഞ്ചിനീയറും പ്രൊഫസറും ജിയോ ടെക്നിക്കൽ വിദഗ്ധയുമായ ഡോക്ടർ ജി മാധവി ലതയാണ് ഈ ഹിമാലയൻ അത്ഭുതത്തിൻ്റെ അടിത്തറ സുരക്ഷിതമാക്കിയ പ്രമുഖ വ്യക്തിത്വം. ഇന്ത്യയുടെ ഈ പെൺകരുത്തിന് ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട്. ജയ് ഹിന്ദ്.